ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അറേബ്യൻ കബ്സ റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. സവാള വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റൈസിന്റെ കണക്കാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ച കുത്ത് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ബേ ലീഫ്, അല്പം കുരുമുളക്, 2 പട്ട, ഗ്രാമ്പു 4 എണ്ണം, ഏലക്ക 3 എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ അങ്ങനെ തന്നെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇത് ഒരു 3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. ഒരു ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കബ്സ മസാല 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലായിടത്തും എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടുന്നതാണ് കബ്സ മസാല. ഇനി ഇതിലേക്ക് നമുക്ക് 3 ചിക്കൻ്റെ ലെഗ് പീസാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ചിക്കൻ മസാല കോട്ട് ചെയ്യുന്നത് വരെ 10-15 മിനിറ്റ് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം വെള്ളമൊന്നും ചേർക്കാത്തതാണ്, അപ്പം അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം, റൈസിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ചേർക്കണം, ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. ഉണക്ക നാരങ്ങയാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. 5 മിനിറ്റാണ് ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ ബാസ്മതി റൈസ് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ കുതിർത്ത റൈസാണ്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റൈസ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഇപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓൾറെഡി കുക്ക് ചെയ്ത ചിക്കനാണ്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, ഇതുപോലെയാണ്. ഈ കളറാണ് നമുക്ക് വേണ്ടത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ചിക്കനും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക്
പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പൊ നമ്മുടെ അറേബ്യൻ കബ്സ റൈസ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ വെക്കേണ്ട. റൈസിന് മുകളിലേക്കായി നമ്മുടെ റോസ്റ്റ് ചെയ്ത ചിക്കൻ ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു.